വിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവവും പെരുമാറ്റവും മുസ്ലിങ്ങൾക്കെന്ന പോലെ തന്നെ മുസ്ലിങ്ങളല്ലാത്ത ആളുകൾക്കും വളരെ ഇഷ്ടമായിരുന്നു എന്നത് നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്ന, നമ്മൾ പഠിച്ച കാര്യമാണ്. അതുകൊണ്ട് തന്നെ മുശ്രിക്കുകളുടെ കൂട്ടത്തിൽ, ജൂതന്മാരുടെ കൂട്ടത്തിൽ, ക്രിസ്ത്യാനികളുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ പോലും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഭക്ഷണത്തിന് ക്ഷണിക്കുകയും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സമ്മാനങ്ങൾ കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്നത് ചരിത്രത്തിലും ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലും കാണാൻ കഴിയും. അത്തരത്തിലൊരു സംഭവം മഹാനായ ഹക്കീം ബിൻ ഹിസാം റളിയല്ലാഹു അൻഹുവിൻ്റെ ഇസ്ലാം സ്വീകരണത്തിന് മുമ്പുള്ള ഒരു സംഭവം ഇമാം ഹാക്കിം അദ്ദേഹത്തിൻ്റെ മുസ്തദറക്കിൽ കൊണ്ടുവരുന്നുണ്ട്. ഹക്കീം ഇബ്നു ഹിസാം റളിയല്ലാഹു അൻഹു ഇസ്ലാം മുസ്ലിം ആകുന്നതിന് മുമ്പ് അദ്ദേഹം അങ്ങാടിയിൽ വിൽപ്പനയ്ക്ക് വെച്ച വില കൂടിയ ഒരു വസ്ത്രം, യമനിലെ രാജാവിൻ്റെ വില കൂടിയ ഒരു വസ്ത്രം അദ്ദേഹം കാണുകയാണ്. ആ വില കൂടിയ വസ്ത്രം അദ്ദേഹം ആ കച്ചവടക്കാരൻ പറഞ്ഞ വില കൊടുത്ത് വാങ്ങി. നല്ല വില കൂടിയ ആഡംബരത്തിൻ്റെ അവിടുത്തെ രാജാവ്, യമനിലെ രാജാവ് ധരിക്കുന്ന വസ്ത്രമായിരുന്നു അത്. അദ്ദേഹം വില കൊടുത്ത് വാങ്ങിയത് തന്നെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സമ്മാനമായി നൽകാൻ വേണ്ടിയായിരുന്നു. 50 ദീനാർ കൊടുത്തിട്ടാണ് അദ്ദേഹം അത് വാങ്ങിയത്. 50 ദീനാർ എന്ന് പറഞ്ഞാൽ 50 സ്വർണ്ണ നാണയം. ഇന്നത്തെ കാലഘട്ടത്തിലാണെങ്കിൽ ഏകദേശം 180 ഗ്രാം സ്വർണം, 20 പവനിൽ കൂടുതലുള്ള സ്വർണത്തിന് സമാനമായ പൈസ കൊടുത്താണ് ആ വസ്ത്രം വാങ്ങിയത്. എന്നിട്ട് അദ്ദേഹം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇത് സമ്മാനമായി ഹദിയായി നൽകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകത, പ്രവാചകൻ സ്വതക്ക നൽകിയാൽ സ്വീകരിക്കാറില്ല, എന്നാൽ ഹദിയ നൽകിയാൽ, സമ്മാനം നൽകിയാൽ സ്വീകരിക്കാറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വാങ്ങി. പ്രവാചകന്റെ കയ്യിൽ അത് കണ്ടപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ധരിച്ച് ഖുതുബ നടത്തി. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭൃത്യന്റെ അടിമയുടെ മകനായിരുന്ന ഉസാമത്ത് ബിൻ സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ് ഉസാമത്ത് ബിൻ സെയ്ദ്. അടിമയാണ് സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലയായ, അടിമയായ സെയ്ദിന്റെ മകൻ ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് അത് സമ്മാനമായി നൽകുകയും ചെയ്തു. ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു ഈ വസ്ത്രവും ധരിച്ച് വളരെ സന്തോഷത്തിൽ, പ്രൗഢിയോടുകൂടി അങ്ങാടിയിലേക്ക് ഇറങ്ങിയപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇത് സമ്മാനമായി നൽകിയ ഹക്കീം ഇബ്നു ഹിസാം റളിയല്ലാഹു അൻഹു, അന്ന് അദ്ദേഹം മുസ്ലിം ആയിരുന്നില്ല, അദ്ദേഹം ഉസാമത്ത് ബിൻ സെയ്ദിനോട് അല്പം ശബ്ദം കടുപ്പിച്ച് തന്നെ ചോദിച്ചു, നിനക്കിത് എവിടെ നിന്നാണ് കിട്ടിയത്? യമനിലെ രാജാക്കന്മാർ മാത്രം ധരിക്കുന്ന ഈ വസ്ത്രം ധരിക്കാൻ ഒരു അടിമയായി നിനക്ക് എന്ത് അവകാശമാണുള്ളത്? നീ കേവലം ഒരു അടിമയാണ്. ആളുകളുടെ കൂട്ടത്തിൽ സ്വതന്ത്രന്മാരെക്കാൾ വളരെ താഴ്ന്നവർ അടിമകളെന്ന് പറഞ്ഞു. അന്ന് മുശ്രിക്കുകൾ ഒരു നിലയും വിലയും കൽപ്പിച്ചില്ലായിരുന്ന ആളുകളായിരുന്നു അടിമകൾ. കേവലം അടിമയായ നിനക്ക് എന്ത് അവകാശമാണ് യമനിലെ രാജാക്കന്മാർ മാത്രം ധരിക്കുന്ന ഈ വില കൂടിയ വസ്ത്രം ധരിക്കാൻ ഉള്ളത് എന്ന് ചോദിച്ചപ്പോൾ മഹാനായ ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു കൊടുത്ത മറുപടി, അദ്ദേഹം അഭിമാനത്തോടുകൂടി അദ്ദേഹം പറഞ്ഞ മറുപടി, നഅം അന ഖൈറുൻ മിൻ ദി യസൻ. നിങ്ങൾ ഈ പറയുന്ന രാജാവുണ്ടല്ലോ, യമനിലെ രാജാക്കന്മാർ, എല്ലാ അധികാരവുമുള്ള ആ ആളുകളുണ്ടല്ലോ, അവരെക്കാൾ ഉന്നതനാണ് ഞാൻ. വ ഉമ്മി ഖൈറുൻ മിൻ ഉമ്മിഹി. എൻ്റെ ഉമ്മ യമനിലെ രാജാവിനേക്കാൾ രാജാവിൻ്റെ ഉമ്മയേക്കാൾ ഉന്നതയാണ്. വ അബി ഖൈറുൻ മിൻ അബീഹി. എൻ്റെ ഉപ്പ യമനിലെ രാജാവിൻ്റെ ഉപ്പയേക്കാൾ ഉന്നതനാണ്. എൻ്റെ ഉപ്പയും എൻ്റെ ഉമ്മയും ഞാനും അടിമകളാണ്, പക്ഷേ യമനിലെ രാജാവിനേക്കാൾ ഖൈറായവൻ, ഉന്നതനായവൻ, ശ്രേഷ്ഠനായവൻ ഞാനും എൻ്റെ ഉപ്പയും ഉമ്മയുമാണ് എന്ന് അഭിമാനത്തോടുകൂടി ഹക്കീം ഇബ്നു ഹിസാമിനോട് അന്ന് ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. എന്തായിരുന്നു കാരണം? ഉസാമത്ത് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു ഹക്കീം ഇബ്നു ഹിസാമിനോട് പറഞ്ഞത്,
ഞാനും എൻ്റെ ഉപ്പയും എൻ്റെ ഉമ്മയും മുസ്ലിങ്ങളാണ്. ഈ യമനിലെ രാജാവ് അവർ മുസ്ലിമല്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ ആരാധിക്കുന്ന, അള്ളാഹുവിനെ ഇബാദത്തെടുക്കുന്ന, അള്ളാഹുവിൻ്റെ മതമായ ഇസ്ലാമിൽ ജീവിക്കുന്ന ഞാൻ തന്നെയാണ്, അടിമയായ ഞാനാണ് അള്ളാഹുവിനെ ധിക്കരിക്കുന്ന, കുഫറിൽ ജീവിക്കുന്ന നിഷേധിയായ ഒരു രാജാവിനേക്കാൾ അവൻ ഭൂമിയിൽ മാത്രമാണ് ഉന്നതൻ. നാട്ടിൽ നിലയും വിലയും സ്ഥാനമാനങ്ങളും സമ്പത്തുമൊക്കെ ഉണ്ടാകും അവർക്ക്. പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ഉന്നതൻ ഞാനാണ് എന്ന് വളരെ അഭിമാനത്തോടുകൂടി തന്നോട് ചോദ്യം ചോദിച്ച അമുസ്ലിമായി വന്നിരുന്ന, അന്നത്തെ അമുസ്ലിമായി ജീവിച്ചിരുന്ന ഹക്കീം ബിൻ ഹിസാം റളിയല്ലാഹു അൻഹുവിനോട് മറുപടി പറയുന്ന ഉസാമത്ത് ബിൻ സയ്യിദിനെ ചരിത്രത്തിൽ കാണാൻ കഴിയും. സഹോദരന്മാരെ, ഈ സംഭവം ഞാൻ നിങ്ങളെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത് ആധുനിക കാലഘട്ടത്തിലെ മുസ്ലിങ്ങളുടെ അവസ്ഥ എന്താണ്? ഒരു മുസ്ലിം എന്നതിൽ ആളുകൾക്ക് മുമ്പിൽ അഭിമാനം കൊള്ളാൻ കഴിയാത്തവരായിക്കൊണ്ട്, സ്വയം അപഹർഷതാബോധത്തിൽ താഴ്ന്നു കിടക്കുന്ന ആളുകളായിക്കൊണ്ട് മുസ്ലിങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. മുസ്ലിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വകവെച്ച് നൽകിയിരിക്കുന്ന ആരാധനകൾ, മുസ്ലിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്ന ആഘോഷങ്ങൾ, ഇതൊന്നും വലിയ സംഭവമായി തോന്നാതെ അതിനേക്കാൾ വലിയ കാര്യമായി കൊണ്ട് ഇതര മതങ്ങളുടെ ആഘോഷങ്ങളെ ഏറ്റെടുക്കാൻ, അതിനു വേണ്ടി എന്ത് കോലം കെട്ടാനും തുള്ളാനും ഒരു മടിയുമില്ലാത്തവരായി മുസ്ലിം പുരുഷന്മാരും സ്ത്രീകളും ആധുനിക കാലഘട്ടത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഇസ്ലാമിൻ്റെ ആഘോഷങ്ങളെ, പെരുന്നാളുകൾ എന്ന് പറഞ്ഞാൽ അതൊന്നും വലിയൊരു ആഘോഷത്തിൻ്റെ കാര്യമൊന്നുമായിട്ടില്ല എന്ന രൂപത്തിൽ, ഒരു മുസ്ലിം ആയതുകൊണ്ട് എനിക്ക് പലതും ചെയ്യാൻ കഴിയുന്നില്ല, പക്ഷേ മറ്റു കാര്യങ്ങളിൽ ഞാൻ അവരേക്കാൾ ഉന്നതന്മാരായി മാറുമെന്ന്, അല്ലെങ്കിൽ അവരേക്കാൾ മുൻപന്തി ഞാൻ ഉണ്ടാകുമെന്ന രൂപത്തിൽ ഇസ്ലാമിൻ്റെ ആശയാദർശങ്ങളെയും ഇസ്ലാമിൻ്റെ ഷിആറുകളെയും ചിഹ്നങ്ങളെയും യാതൊരു മടിയുമില്ലാതെ പുറങ്ങാല കൊണ്ട് തട്ടിത്തെറിപ്പിക്കാൻ ഒരു മടിയുമില്ലാത്തവരായിക്കൊണ്ട് ആധുനിക കാലഘട്ടത്തിലെ മുസ്ലിം യുവാക്കളും യുവതികളും പ്രത്യേകിച്ച് മാറിക്കൊണ്ടിരിക്കുകയാണ്. സഹോദരന്മാരെ, കഴിഞ്ഞ ആഴ്ചയിലെ ദിവസങ്ങളിൽ നമ്മൾ നേരിട്ടും നമ്മുടെ നാടുകളിലെ വിദ്യാലയങ്ങളിലും സോഷ്യൽ മീഡിയകളിലും ഒക്കെ കണ്ടുവന്ന ചിത്രങ്ങൾ, രംഗങ്ങൾ എന്താണ്? മുസ്ലിം പെൺകുട്ടികൾക്ക് അവർക്ക് ഇത്തരം ആഘോഷങ്ങളുടെ ഭാഗമായിക്കൊണ്ട് തങ്ങളുടെ തട്ടം വലിച്ചെറിയാൻ, തങ്ങളുടെ ഇസ്ലാമിക വേഷം മാറ്റിവെക്കാൻ യാതൊരു മടിയുമില്ലാത്തതായിക്കൊണ്ട് മാറിയിരിക്കുകയാണ്. എന്നിട്ട് അതിനെക്കുറിച്ച് ആരെങ്കിലും ഒന്ന് എതിർത്താൽ, സംസാരിച്ചാൽ, അതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ വിമർശിക്കുന്ന അവസ്ഥയിലേക്കാണ് ആധുനിക കാലഘട്ടത്തിലെ ആളുകൾ വന്നിരിക്കുന്നത്. ഇവരൊക്കെ സമത്വസുന്ദരമായ കേരളത്തിൽ മതത്തെ വലിയ വിഷയമാക്കാതെ ജീവിക്കുന്നവരാണ്, ഇവരാണ് യഥാർത്ഥ മനുഷ്യന്മാർ എന്ന് സോഷ്യൽ മീഡിയയിൽ തങ്ങളിട്ട വീഡിയോകൾക്ക് 4 കമന്റ് വരുമ്പോൾ അതാണ് ഏറ്റവും വലിയ കാര്യമെന്ന്, സംഭവമെന്ന് വിചാരിച്ചുകൊണ്ട് നടക്കുന്ന അവസ്ഥയിലേക്കാണ് ആധുനിക യുവത മാറിക്കൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിനെ പുറംകാലം കൊണ്ട് മാറ്റി വെച്ചാലും, ഇസ്ലാമിന്റെ ഷിആറുകൾ തെറ്റിച്ചാലും എനിക്ക് 4 കമന്റ് കിട്ടുമെങ്കിൽ, എനിക്ക് 4 ലൈക്ക് കിട്ടുമെങ്കിൽ, ആളുകളിൽ നിന്ന് നല്ല വർത്തമാനം കിട്ടുമെങ്കിൽ, ആ ഇസ്ലാമിന്റെ ചിഹ്നങ്ങളെ മാറ്റിവെക്കാൻ എനിക്ക് യാതൊരു മടിയുമില്ല എന്ന് പറയുന്നിടത്തേക്ക് ഇന്നത്തെ ആധുനിക യുവത മാറിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ഒരു അടിമയായ മനുഷ്യന്റെ ഇസ്ലാമിക സ്വത്വബോധത്തെക്കുറിച്ച്, ഇസ്ലാമിന്റെ ഇസ്സത്തിനെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടത്. സഹോദരന്മാരെ, മുസ്ലിം എന്ന് പറഞ്ഞാൽ അവൻ നിസ്സാരനല്ല. മുസ്ലിമിന്റെ വ്യക്തിത്വത്തെക്കുറിച്ച്, മുസ്ലിം എന്ന വിഷയത്തിൽ അഭിമാനം കൊള്ളാൻ കഴിയുന്നവരായി നമ്മൾ മാറേണ്ടതുണ്ട്. ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച സൂറത്ത് ഫുസ്സിലത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച ഒരു യാഥാർത്ഥ്യം, ആ യാഥാർത്ഥ്യമാണ് ഏറ്റവും നല്ല മനുഷ്യനാരാണ് ഇന്ന് സമൂഹത്തിൽ ഏറ്റവും ഉന്നതനാരാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ഫുസ്സിലത്തിന്റെ 33-ാമത്തെ വചനത്തിൽ നമ്മളെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു പറഞ്ഞത് വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹി വഅമില സാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ എന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ വിശ്വസിക്കുകയും അതേപോലെ തന്നെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ഞാനൊരു മുസ്ലിമാണ് എന്ന് അഭിമാനത്തോടുകൂടി വിളിച്ചു പറയുകയും ചെയ്യുന്നവനേക്കാൾ ഏറ്റവും നല്ല വാക്ക് സംസാരിക്കുന്നവൻ ആരാണുള്ളത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. ഞാനൊരു മുസ്ലിമാണ് എന്ന് പറയാൻ അവൻ അഭിമാനമുണ്ടാകണം. ഞാനൊരു മുസ്ലിമാണ്, ഞാൻ ധരിച്ചിരിക്കുന്നത് ഇസ്ലാമിൻ്റെ വസ്ത്രമാണ്, ഞാൻ പ്രകടമാക്കുന്നത് ഇസ്ലാമിൻ്റെ ചിഹ്നമാണ്, അടയാളമാണ് എന്ന് പറയാൻ ഒരു മടിയുമില്ലാത്തിടത്തേക്ക് നമ്മൾ മാറുമ്പോഴാണ് സുഹൃത്തുക്കളെ നമ്മൾ ഏറ്റവും ഉന്നതന്മാരാകുന്നത്. അതല്ലാതെ സമൂഹത്തിൻ്റെ
പോക്കുകൾക്കനുസരിച്ചുകൊണ്ട് മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചു പോകുന്ന ചണ്ടിച്ചവറുകളെ പോലെ എന്തു വേഷവും കെട്ടാൻ, എന്തും പറയാൻ, എന്തും ചെയ്യാൻ, ഇസ്ലാമിനെ മാറ്റിവെക്കാൻ ഒരു മടിയുമില്ലാത്തവരെ മാറുന്നുവെങ്കിൽ നമ്മൾ ഭൂമി ലോകത്തും അള്ളാഹുവിന് മുമ്പിലും ഏറ്റവും നികൃഷ്ടന്മാരായിക്കൊണ്ട് മാറുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഇഹലോകത്ത് നമ്മൾ അത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു പക്ഷേ 4 ആളുകളുടെ നല്ല വർത്തമാനങ്ങൾ നമുക്ക് കിട്ടിയേക്കാം. നീയാണ് യഥാർത്ഥ മനുഷ്യൻ എന്ന് ആളുകൾ പറഞ്ഞേക്കാം. ഇതാണ് യഥാർത്ഥമായ യഥാർത്ഥമായ പ്രവർത്തനമെന്ന് ആളുകൾ പറഞ്ഞേക്കാം. യഥാർത്ഥമായ പരസ്പരമുള്ള ഇടകലർന്നുള്ള ജീവിതം, ഇതൊക്കെയാണ് ഈ ആളുകൾ പറഞ്ഞേക്കാം. പക്ഷേ അള്ളാഹുവിന് മുമ്പിൽ നമ്മുടെ മതത്തെ മാറ്റിവെക്കുന്നുവെങ്കിൽ നമ്മൾ ഏറ്റവും നിന്ദ്യന്മാരാണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത് എന്താണ്? ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യോഗ്യമായ മതം അത് ഇസ്ലാം മതം മാത്രമാണ്. വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമ ദീനൻ ഫലൻ യുഖ്ബല മിൻഹു, ഇസ്ലാം അല്ലാത്ത ഒരു മതം ആരെങ്കിലും സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനിൽ നിന്നും ആ മതത്തെ ഒരിക്കലും സ്വീകരിക്കുകയില്ല. അവന്റെ പ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിക്കുകയില്ല. അവന്റെ സംസാരങ്ങൾ, അവന്റെ എന്തൊക്കെ നല്ല കാര്യങ്ങളുണ്ടോ അതൊന്നും റബ്ബിന്റെ അടുക്കൽ വിലപ്പോവുകയില്ല. കാരണം മനുഷ്യനെ സൃഷ്ടിച്ച, ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ ഭൂമിയിൽ പഠിപ്പിച്ച, മനുഷ്യനെ പഠിപ്പിച്ച, ജിന്നവർഗത്തിനെ പഠിപ്പിച്ച യഥാർത്ഥ ആശയം എന്ന് പറയുന്നത് ഇസ്ലാം മാത്രമാണ്. മറ്റു മതങ്ങളെല്ലാം മനുഷ്യന്മാരാൽ ഉണ്ടാക്കപ്പെട്ട ആദർശധാരകളാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ മതത്തിൽ വിശ്വസിക്കുന്നവനാണ് ഏറ്റവും ഉന്നതൻ. മാത്രവുമല്ല, ഇസ്ലാം അല്ലാത്തൊരു മതം സ്വീകരിച്ചുവെങ്കിൽ വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ, പരലോകത്തവൻ അങ്ങേയറ്റം നഷ്ടക്കാരുടെ കൂടുതൽ പെട്ടുപോകുമെന്ന് അള്ളാഹു പഠിപ്പിക്കുന്നു. ഇഹലോകത്ത് ചിലപ്പോൾ ആളുകളെ ലൈക്ക് കിട്ടിയേക്കാം, ഇഹലോകത്ത് ആളുകളെ നല്ല വർത്തമാനങ്ങൾ കിട്ടിയേക്കാം, ഒക്കെ സംഭവിച്ചേക്കാം. പക്ഷേ അള്ളാഹുവിന്റെ മുമ്പിൽ പരലോകത്തേക്ക് തിരിച്ചു പോകുമ്പോൾ അവൻ ഏറ്റവും വലിയ നഷ്ടക്കാരനായി മാറിത്തീരുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നു. സഹോദരന്മാരെ, നമ്മൾക്ക് ക്ഷണികമായ ഈ ലോക ജീവിതമാണോ നമുക്ക് ആവശ്യം? അതല്ല ശാശ്വതമായ പരലോകമാണ് നമുക്ക് ആവശ്യമെന്ന് നമ്മൾ ആലോചിക്കണം. നമ്മളൊക്കെ ജീവിക്കുന്നതും പ്രവർത്തിക്കുന്നതും നമ്മൾ ഇഹലോക ജീവിതത്തിലെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയും ആളുകളുടെ പേരുകൾക്കും വേണ്ടി മാത്രമാണ്. ബൽ തുഹിബ്ബൂനൽ ഹയാത്തദ് ദുനിയ, ഈ ദുനിയാവിനെ നിങ്ങൾ വളരെയധികം ഇഷ്ടപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നതെന്ന് അള്ളാഹു നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ലോക ജീവിതം എന്ന് പറഞ്ഞാൽ സഹോദരന്മാരെ ഏത് നിമിഷവും ഇല്ലാതായി പോകുന്ന ഒരു മിഥ്യ മാത്രമാണ്. നിങ്ങൾ നോക്കൂ, കഴിഞ്ഞ ദിവസം നമ്മുടെ തൊട്ടയൽ രാജ്യമായ നേപ്പാളിൽ സംഭവിച്ചത് എന്താണ്? ആളുകളൊക്കെ വളരെ സമാധാനപൂർണ്ണമായി ജീവിക്കുന്ന ഒരു സാഹചര്യത്തിൽ മലവെള്ളപ്പാച്ചിൽ, മിന്നൽ പ്രളയം ഉണ്ടാവുകയാണ്. 100 കണക്കിന് ആളുകളാണ് മരിച്ചത്. 800-ൽ പരം ആളുകളെ കുറിച്ച് ഒരു വിവരവുമില്ല. ഒരുപാട് നാടുകൾ ഒന്നാകെ മൂടിപ്പോയി. ഒരു നാട്ടിലെ നദി തന്നെ ഒലിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് മാറിപ്പോയി. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയേ ഉള്ളൂ. മനുഷ്യന്റെ അവസ്ഥ ഇത്രയേ ഉള്ളൂ. വളരെ നിമിഷ നേരം കൊണ്ട് ഇല്ലാതായി പോകാം. നിമിഷ നേരം കൊണ്ട് ഇല്ലാതായി പോകുന്ന ഈ ദുനിയാവിന് വേണ്ടിയാണ്, ഈ ദുനിയാവിലെ പേരിന് വേണ്ടിയാണ് ആളുകൾ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ ദുനിയാവിൽ തനിക്ക് നല്ല വാക്കുകൾ കിട്ടാൻ വേണ്ടി, ആളുകൾക്ക് മുമ്പിൽ കുറച്ച് സ്ഥാനമാനങ്ങൾ കിട്ടാൻ വേണ്ടിയാണ് ആളുകൾ ഈ ലോകത്തെ, പരലോകത്തെ അവന് വിൽപ്പനക്ക് വെക്കുന്നത്. പക്ഷേ വൽ ആഖിറതു ഖൈറുൻ വ അബ്ഖ, പരലോകമാണ് ഏറ്റവും ഉന്നതമായതും എന്നെന്നും ബാക്കിയാകുന്നതുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അഅലയിലൂടെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നമ്മൾ നിരന്തരം ഈ വചനം കേൾക്കുന്നുണ്ട്. അള്ളാഹു നമ്മൾ ആവർത്തിച്ച് പഠിപ്പിക്കുന്ന യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, വിശ്വാസി എന്ന നിലയിൽ, മുസ്ലിം എന്ന നിലയിൽ അഭിമാനം കൊള്ളുവാൻ നമ്മൾക്ക് സാധ്യമാക്കേണ്ടതുണ്ട്. മുസ്ലിമിന്റെ വിശ്വാസവും പ്രവർത്തനങ്ങളും മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുവാൻ നമ്മൾക്ക് കഴിയേണ്ടതുണ്ട്. നമുക്ക് പല തരത്തിലുള്ള ന്യായങ്ങളാണ് ആളുകൾക്ക് മുമ്പിൽ പറയാനുള്ളത്. ഞാൻ എൻ്റെ ഓഫീസിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ മാത്രം മാറി നിന്നാൽ ആളുകൾ എന്താണ് എന്നെക്കുറിച്ച് പറയുക? എൻ്റെ സ്കൂളിൽ, എൻ്റെ വിദ്യാലയത്തിൽ, എൻ്റെ കോളേജിൽ ഞാൻ മാത്രം ഈ കാര്യത്തിൽ ഉൾപ്പെടാതിരുന്നാൽ എന്നെ ആളുകൾ ഒരു സൈഡാക്കൂലേ, എന്നെ ഒരു മറ്റൊരു തരത്തിൽ കാണുകയില്ലേ എന്നൊക്കെ ആളുകളുടെ കളിയാക്കലുകൾക്കും ആളുകളുടെ അത്തരം സംസാരങ്ങളുമാണ് നമ്മൾ വലിയ വിഷയമായി കാണുന്നത്. എന്നിട്ട് അതിൻ്റെ കൂടെ കൂടിച്ചേരാൻ മാത്രമല്ല എന്ത് കോലവും കെട്ടാനും മടിയില്ലാത്തവരായിക്കൊണ്ട് ആധുനിക സമൂഹം മാറിക്കൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ, നമ്മൾ പരലോകത്തിൻ്റെ വിഷയത്തിൽ അങ്ങേയറ്റം പേടിക്കേണ്ടതുണ്ട്. മുസ്ലിം എന്ന് പറഞ്ഞൊരിക്കൽ നിസ്സാരമായ വിഷയമല്ല. വിശുദ്ധ ഖുർആനിൽ 5-ാം അധ്യായം സൂറത്തുൽ മാഇദയുടെ 3-ാമത്തെ വചനം അവതരിച്ചു. മക്കയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജിന്റെ വേളയിൽ അറഫയിൽ ഒരുമിച്ചിരിക്കുമ്പോൾ ആ ജനങ്ങൾക്ക് മുമ്പിൽ ഓതി കൊടുക്കാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വചനം അവതരിപ്പിച്ചത്. വലിയൊരു ആയത്താണ്. ആ ആയത്തിനിടയിൽ അല്ലാഹു പഠിപ്പിച്ചില്ലേ, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും
വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇതാ ഇന്ന ദിവസം അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും, നിങ്ങൾക്ക് ഈ ദീൻ പൂർത്തിയാക്കി തന്നിട്ടുണ്ട്. വഅത്മംതു അലൈക്കും നിഅമതി, നിങ്ങൾക്ക് എൻ്റെ നിഅമത്ത് പരിപൂർണമാക്കി തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ വറദീതു ലക്കും അൽ ഇസ്ലാമ ദീന, ഈ ഇസ്ലാമിനെ നിങ്ങൾക്ക് ദീനായിക്കൊണ്ട് നാം തൃപ്തിപ്പെടാന്നിരിക്കുന്നുവെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം ഉമ്മത്തിന് മുമ്പിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവതരിപ്പിക്കുകയാണ്. ഇന്നും നമ്മൾ ആ ആയത്ത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, ഓതിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കാലഘട്ടത്തിൽ ഒരു ജൂതനായ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു വരികയാണ്. ജൂതനായ മനുഷ്യൻ അവന് വന്നിട്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, യാ അമീറൽ മുഅ്മിനീൻ ഇന്നകും തഖറഊന ആയതൻ ഫീ കിതാബിക്കും, നിങ്ങൾ നിങ്ങളുടെ കിതാബിൽ, നിങ്ങളുടെ ഖുർആനിൽ ഒരു ആയത്ത് ഓതിക്കൊണ്ടിരിക്കുന്നില്ലേ? ലൗ അലൈനാ മഅ്ശറൽ യഹൂദി നസലത്, ആ ആയത്തെങ്ങാനും ഞങ്ങൾക്കാണ് ഇറങ്ങിയതെങ്കിൽ ലത്തഖദ്നാ ദാലികൽ യൗമ ഈദൻ, ആ ദിവസം ഞങ്ങളൊരു ആഘോഷത്തിന് ദിവസമായി കൊണ്ടാടുമായിരുന്നു. എല്ലാ വർഷവും നമ്മൾ ആ ദിവസത്തെ ആഘോഷിച്ച് നടക്കുമായിരുന്നുവെന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ആ മനുഷ്യൻ വന്ന് പറയുകയാണ്. എന്നിട്ട് ഏതാണ് ആയത്ത് എന്ന് ചോദിച്ചു. അദ്ദേഹം ഈ ആയത്ത് പറഞ്ഞു കൊടുത്തു, അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും എന്ന ആയത്ത് ജൂതനായ മനുഷ്യൻ ഓതിക്കൊടുത്തു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വല്ലാഹി ഇന്നി ലഅലമുൽ യൗമല്ലദീ നസലത് അലാ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസ്സഅത്തല്ലതീ നസലത് ഫീഹാ അലാ റസൂലില്ലാഹ് നസലത് അശിയ്യത അറഫ ഫീ യൗമി ജുമുഅ. ഈ ആയത്ത് ഏത് ദിവസം, ഏത് സമയത്ത്, ഏത് സ്ഥലത്താണ് ഇറങ്ങിയത് എന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അറഫയിൽ വെള്ളിയാഴ്ച ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളുമായിരിക്കുന്ന സമയത്താണ് ഈ ആയത്ത് ഇറങ്ങിയത്. കൃത്യമായ ബോധ്യം നമ്മൾക്കുണ്ട്, കൃത്യമായ ബോധ്യം നമ്മൾക്കുണ്ട്. പക്ഷേ ആ ദിവസത്തെ ഈദായി തിരഞ്ഞെടുക്കുന്നില്ല. എന്താണ് ആ മനുഷ്യന് പറയാനുണ്ടായ കാരണം? നിങ്ങളുടെ മതത്തെ ഞാനിതാ പൂർത്തിയാക്കി തന്നിരിക്കുന്നു എന്ന് നിങ്ങളുടെ ദൈവം അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞിരിക്കുമ്പോൾ, ഇതാ ഈ മതത്തിൽ ഇനിയൊന്നും കൂട്ടിച്ചേർക്കാനില്ല, ഈ മതത്തിലേക്ക് ഇനി ഒരു പുരോഹിതന് കടന്നു വരാനില്ല, ഈ മതത്തിൽ നിന്നും കുറക്കാനില്ല. എന്താണ് നിങ്ങളുടെ മതമെന്ന് കൃത്യമായി നിങ്ങൾക്ക് വരച്ച് കാണിച്ചു നൽകി ഈ ദീന് പൂർത്തിയാക്കിയിട്ടുണ്ട്. അങ്ങനത്തെ ഒരു ആയത്തെങ്ങാനും ഞമ്മക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ദിവസത്തെ ആഘോഷിക്കുമായിരുന്നുവെന്നാണ്. പക്ഷേ സഹോദരന്മാരെ, സഹോദരിമാരെ, ഒരു ജൂതനായ മനുഷ്യനുണ്ടായിരുന്ന ഈ ഒരു വെളിവും ബോധ്യവും പോലും മുസ്ലിങ്ങൾക്കുണ്ടാകുന്നില്ല എന്നുള്ളത് വളരെ വിഷമത്തോടു കൂടി മാത്രം നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. നമ്മൾ വളരെ ഗൗരവത്തിൽ ആലോചിക്കുന്നത്, നിങ്ങൾക്ക് മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ പുരോഹിത വർഗ്ഗങ്ങൾക്ക് പോലും ഈ കാര്യങ്ങൾ തിരിച്ചറിയാൻ കഴിയുന്നില്ല. മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ഈ ആയത്തോടു കൂടി ദീന് പൂർത്തിയായിട്ടുണ്ട്. ഈ ആയത്തിറങ്ങിയതിന് ശേഷം ഒരു ഹലാലോ ഒരു ഹറാമോ ഒരു പ്രത്യേകമായ ഇബാദത്തോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചിട്ടില്ല. പക്ഷെ മുസ്ലിം സമൂഹത്തിൽ ഇതിന് യാതൊരു ധാരണയുമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഈ ദീനിലേക്ക് എന്തെങ്കിലും കൂട്ടിച്ചേർക്കുവാൻ അവർക്ക് മടിയില്ല. അവർ ധാരാളം ആഘോഷങ്ങൾ, ധാരാളം ആരാധനകൾ ഈ ദീനിൽ കടച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടില്ലേ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 23 വർഷക്കാലം പ്രവാചകനായി ജീവിച്ചിട്ടും പ്രവാചകന്റെ സഹാബികൾ പ്രവാചകന്റെ ശേഷം 80-ലധികം വർഷം ജീവിച്ചിട്ടും ഒരാൾ പോലും ആഘോഷിക്കാത്ത നബിദിനം എന്നത് വലിയ ആഘോഷത്തിൽ പള്ളികൾ മോടി പിടിപ്പിച്ച് വലിയ വലിയ രൂപത്തിൽ ആഘോഷിക്കുവാൻ യാതൊരു മടിയുമില്ലാത്തവരായിക്കൊണ്ട് മുസ്ലിങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അത്തരമൊരവസ്ഥയിലാണ് മനുഷ്യന്മാർ മുസ്ലിങ്ങളുടെ കൂടെ തന്നെയുള്ളത്. ഈ ദീന് പൂർത്തിയാക്കി തന്നിരിക്കും, ഇതിലേക്ക് ഇനിയൊന്നും കൂട്ടാനോ കുറക്കാനോ ഇല്ല എന്ന ചിന്ത ആളുകൾക്കില്ലാതിരിക്കുമ്പോൾ സാധാരണക്കാരായ മനുഷ്യരെ എങ്ങനെ നമുക്ക് കുറ്റം പറയാൻ കഴിയുക? ദീന് പഠിക്കാത്ത, മനസ്സിലാക്കാത്ത ആളുകൾ ഈ ദീനിൽ ആർക്കും എന്തും കൂട്ടിച്ചേർക്കാം, എന്തും ചെയ്യാം എന്ന തിരിച്ചറിവിൽ ആളുകൾ കഴിയുമ്പോൾ, അല്ലെങ്കിൽ പുരോഹിതന്മാർ അങ്ങനെ പഠിപ്പിക്കുമ്പോൾ എങ്ങനെയാണ് സാധാരണക്കാരിൽ നിന്ന് മാറിയിരിക്കുക? അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇസ്ലാം ദീനിനെ കൃത്യമായി പഠിക്കാൻ ഞാനും നിങ്ങളും തയ്യാറാക്കേണ്ടതുണ്ട്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ കേവലം 5 നേര നമസ്കാരത്തിൽ മാത്രം ഒതുങ്ങുന്ന വിഷയമല്ല. റമദാന്റെ മാസത്തിൽ നോമ്പെടുക്കുന്നതിൽ മാത്രം ഒതുങ്ങുന്ന വിഷയമല്ല. ദുൽഹിജ്ജ മാസത്തിൽ ഹജ്ജ് ചെയ്യുന്ന കാര്യത്തിൽ മാത്രം ഒതുങ്ങുന്ന വിഷയമല്ല. ഇസ്ലാം ഒരു തത്വസംഹിതയാണ്. മനുഷ്യനെ ആബാലചൂടം ബാധിക്കുന്ന, ഉറങ്ങി എഴുന്നേൽക്കുന്നത് മുതൽ തിരച്ച് കിടക്കപ്പായിലേക്ക് പോകുന്നത് വരെ അവൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യത്തെയും കൃത്യമായി സ്പർശിക്കുന്ന ഒരു കൃത്യമായ ഒരു ജീവിതധാരയാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ.
അവന് എന്താണ് കാണേണ്ടത്, അവന് എന്താണ് കേൾക്കേണ്ടത്, അവന് എന്താണ് സംസാരിക്കേണ്ടത്, അവന് ഏതൊക്കെ ആഘോഷങ്ങൾ അവന് കൊണ്ടാടാൻ പറ്റും, അവന് ആരൊക്കെയുമായി അവൻ എങ്ങനെയൊക്കെ ഇടപെടാൻ വേണ്ടി പറ്റും, ഏതൊക്കെ കച്ചവടങ്ങൾ അവന് അനുവദനീയമാണ്, ഏതൊക്കെ അനുവദനീയമല്ല, ഏതൊക്കെ ഭക്ഷണം അവന് കഴിക്കാൻ പറ്റും, ഏതൊക്കെ കഴിക്കാൻ പാടില്ല എന്നിങ്ങനെ തുടങ്ങിയിട്ട് അവൻ ടോയ്ലറ്റിലേക്ക് എങ്ങനെ പ്രവേശിക്കണം, അവിടെ എങ്ങനെ അവൻ്റെ കാര്യങ്ങൾ അവൻ ചെയ്യണം, എങ്ങനെ പുറത്തേക്ക് ഇറങ്ങണം, ഭാര്യാഭർത്തൃബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ പോലും അവൻ എന്തു ചെയ്യണം എന്നിങ്ങനെ തുടങ്ങിയിട്ട് വളരെ മൈന്യൂട്ടായ കാര്യങ്ങൾ പോലും കൃത്യമായി പഠിപ്പിച്ച ഒരു വിശ്വാസ സംഹിതയാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഒരു മതത്തിന്റെ ആളുകളാകാൻ കഴിയുന്നത് എത്ര വലിയ അഭിമാനമാണ്. നിങ്ങൾ നോക്കൂ, മറ്റു മതങ്ങൾക്ക് ഏത് മതത്തിനാണ് ഇങ്ങനെ അവകാശപ്പെടാനുള്ളത്? നിങ്ങൾ കുളിക്കുമ്പോൾ ഇങ്ങനെ കുളിക്കണം, നിങ്ങൾ ടോയ്ലറ്റിൽ കയറേണ്ടത് ഇങ്ങനെയാണ്, നിങ്ങൾ മൂത്രമൊഴിച്ചു കഴിഞ്ഞാൽ കഴുകേണ്ടത് ഇങ്ങനെയാണ്, നിങ്ങൾ ഭാര്യാഭർത്തൃബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, നിങ്ങൾ ഉറങ്ങി എഴുന്നേൽക്കേണ്ടത് ഇങ്ങനെയാണ്, നിങ്ങൾ ഉറങ്ങുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നിങ്ങനെ എല്ലാ കാര്യങ്ങളും വളരെ മൈന്യൂട്ടായി പഠിപ്പിച്ച മറ്റൊരു മതം ലോകത്ത് ഇസ്ലാമല്ലാതെ ഏതാണുള്ളത്? ഇങ്ങനെ ഒരു മതത്തിന്റെ വക്താക്കളാകാൻ കഴിഞ്ഞതിന് അതിനേക്കാളപ്പുറത്ത് എന്ത് അഭിമാനമാണ് ഒരുത്തരുള്ളത്? അതുകൊണ്ടാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നഹ്നു ഖൗമുൻ അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാം ദീൻ കൊണ്ട് ഇസ്സത്ത് നൽകപ്പെട്ട സമൂഹമാണ് നമ്മൾ. ഒരു വലിയ ഇസ്സത്ത് അല്ലാഹു നൽകിയിട്ടുണ്ട്. വമഹ്മബ്തഗൈനൽ ഇസ്സത മിൻ ഗൈരിഹി. അതുകൊണ്ട് തന്നെ ഈ ഇസ്ലാം കൊണ്ടല്ലാതെ ഒന്നിൽ ആരെങ്കിലും ഇസ്സത്ത്, പ്രതാപം അവൻ ഉദ്ദേശിക്കുന്നു, നമ്മൾക്ക് ഇന്ന് ആഘോഷങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു, നമ്മൾക്ക് ഇങ്ങനൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, അല്ലെങ്കിൽ ഒരു വസ്ത്രം ഉടുത്താൽ പോയി പോകുന്നതാണ് ഇസ്ലാമെങ്കിൽ ആ ഇസ്ലാം എനിക്ക് ആവശ്യമില്ല, ഒരു ഭക്ഷണം കഴിച്ചാൽ നഷ്ടപ്പെട്ടു പോകുന്നതാണ് ഈമാനെങ്കിൽ എനിക്കതിൽ വിശ്വാസമില്ല എന്നിങ്ങനെയൊക്കെ പറയുന്ന ആളുകൾ എങ്ങനെ ഉണ്ടാകുന്നു? അതല്ലാത്ത ഇസ്ലാമല്ലാത്ത ഒരു വിശ്വാസത്തിൽ, ഇസ്ലാമല്ലാത്ത ഒരു ആചാരത്തിൽ, ഇസ്ലാമല്ലാത്ത എന്തെങ്കിലും ഒന്നിൽ ആരെങ്കിലും ഇസ്സത്ത് കണ്ടെത്തുന്നുവെങ്കിൽ അതല്ലനല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ നിന്ദനാക്കി കളയുമെന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഒരിക്കലും നിസാരമല്ല. അതുകൊണ്ട് സഹോദരന്മാരെ, മുസ്ലിം എന്ന വിഷയത്തിൽ അഭിമാനം കൊള്ളാൻ നമ്മൾ കഴിയേണ്ടതുണ്ട്. ആ അഭിമാന ബോധം, മുസ്ലിം എന്ന സ്വത്വബോധം ഒരുവനുണ്ടായിക്കഴിഞ്ഞാൽ അവനെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിൽ എന്തൊക്കെ ആഘോഷങ്ങൾ വന്നാലും അതിൽ കൃത്യമായ നിലപാട് അവനുണ്ടാകും. മുസ്ലിം എന്ന് പറഞ്ഞാൽ നിലപാടുള്ളവനാണ്, അഴകുഴമ്പനല്ല മുസ്ലിം. എങ്ങനെയും എന്തും ഏതുമാകാമെന്ന ചിന്തയല്ല മുസ്ലിമിനുള്ളത്. ഏത് വിഷയത്തിലും എന്ത് നിലപാട് എടുക്കണമെന്ന് അവനെ കൃത്യമായ ഒരു പ്രവാചകനെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി ഒരു ഗ്രന്ഥം അല്ലാഹു ഇറക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ആ നിലക്ക് മുസ്ലിം എന്ന വിഷയത്തിൽ അഭിമാനം കൊള്ളുന്നവരെ നമ്മൾ മാറേണ്ടത്. അതുകൊണ്ട് കൃത്യമായി വിഷയത്തെ പഠിച്ച് മനസ്സിലാക്കി ഞാനൊരു മുസ്ലിമാണ് എന്ന വിഷയത്തിൽ അഭിമാനം കൊള്ളാൻ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഉൾപ്പെടാതിരിക്കുമ്പോൾ ആളുകൾ നമ്മളെ കളിയാക്കുന്നുവെങ്കിലും ആ കളിയാക്കൽ എനിക്ക് വിഷയമല്ല. ഞാനൊരു മുസ്ലിം ആയതുകൊണ്ടാണ് ഇത് ചെയ്യാത്തത്, ഞാനൊരു മുസ്ലിം ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് ഒരു മടിയും ഉണ്ടാകുവാൻ പാടില്ല. ആ സ്വത്വബോധം ഉണ്ടാകുമ്പോൾ, ആ അഭിമാനബോധം ഉണ്ടാകുമ്പോൾ ഏത് വെയിലത്തും ഏത് ചൂടിലും ഏത് തിരക്കുള്ള സ്ഥലത്തും ഏത് പാർട്ടിയിലും ഏത് വിവാഹവേളകളിലും ഒരു മുസ്ലിം പെണ്ണിനെ ഇസ്ലാമിക വേഷം ധരിച്ചുകൊണ്ട് പരിപൂർണമായി ഹിജാബിൽ പ്രവേശിക്കുവാൻ അവൾക്ക് മടിയുണ്ടാവുകയില്ല. ആ അഭിമാനബോധം ഒരു മുസ്ലിമിനുണ്ടെങ്കിൽ നിര്യാണിക്ക് മുകളിൽ പാൻറ് ധരിക്കുവാനും താടി നീട്ടി വളർത്തുവാനും ആ രൂപത്തിൽ എവിടെ പോകാനും ഒരു മുസ്ലിം പുരുഷന് യാതൊരു മടിയും ഉണ്ടാവുകയില്ല. ആ ഇസ്ലാമിനെ കുറിച്ചുള്ള ഇസ്സത്ത് നഷ്ടപ്പെടുമ്പോഴാണ് മുസ്ലിം അല്ലാത്ത ആളുകൾ ചെയ്യുന്ന ഏത് കാര്യത്തിലും അതിലൊക്കെ കൂടിച്ചേരാൻ ഒരു വ്യക്തിക്ക് സാധ്യമാകുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, മുസ്ലിം എന്ന വിഷയത്തിൽ അഭിമാനം കൊള്ളുവാൻ നമ്മൾ ഓരോരുത്തരും സന്നദ്ധമാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീൻ മുറുകെ പിടിക്കാനും അതനുസരിച്ച് കൊണ്ട് ജീവിക്കാനുമുള്ള തൗഫീഖ് നമ്മൾക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓരോരുത്തരെയും ഉണർത്തും ഉപദേശിക്കുന്നു. സഹോദരന്മാരെ, മുസ്ലിം എന്ന വിഷയത്തിൽ അഭിമാനം കൊള്ളണം എന്നാണ് നാം സൂചിപ്പിച്ചത്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായ കാര്യങ്ങൾ പഠിപ്പിച്ചു തന്ന പരിപൂർണമാക്കി തന്ന ഒരു മതമാണ് ഇസ്ലാം. അതുകൊണ്ട് തന്നെ ഈ ഇസ്ലാമിൽ നമ്മൾക്ക് ഇസ്സത്ത് കൈക്കൊള്ളാൻ കഴിയണമെന്നുണ്ടെങ്കിൽ അതിന് എന്താണ് പരിഹാരം? നമ്മുടെ നാട്ടിൽ ഏതൊരു ആഘോഷങ്ങൾ വരുമ്പോഴും അത് ഇതര മുസ്ലിം അല്ലാത്ത ആളുകളുടെ ആഘോഷങ്ങൾ വരുമ്പോൾ അതിലേക്ക് കൂടിപ്പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. പലപ്പോഴും അത്തരം ആളുകളെ കുറിച്ചൊക്കെ ഖേദം കൊള്ളുന്ന, അവരെ വളരെ മോശമായി ചിത്രീകരിച്ചൊക്കെ സോഷ്യൽ മീഡിയകളിൽ എഴുതുകയും പറയുകയും ചെയ്യുന്ന ആളുകളൊക്കെ സമൂഹത്തിലുണ്ട്.
അപ്പോൾ നമ്മൾ യാഥാർത്ഥ്യബോധത്തിലേക്ക് നമ്മൾ തിരിച്ചെത്തുന്നത് എന്തുകൊണ്ടാണ് ഈ കുട്ടികൾ, സാധാരണക്കാരായ ചെറുപ്പക്കാരും യുവതികളും യുവാക്കളും ഒക്കെ ചെയ്യുന്നത്? അവർക്ക് കൃത്യമായി ദീനീബോധം കിട്ടാത്തത് കൊണ്ടാണ്. ശരിയായ ദീൻ അവർ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അവർക്ക് യഥാർത്ഥമായ രൂപത്തിൽ അവർ വരും. അവർക്ക് ദീനെ പഠിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുപക്ഷെ മാതാപിതാക്കൾ ഒരുക്കി ചേർക്കാത്തത് കൊണ്ട്, അവർക്ക് ലഭിക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും ആളുകൾ തിന്മയിലേക്ക് പോകുന്നത്. ശരിയായ മാർഗം പഠിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ, മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉൾക്കൊള്ളാൻ മനസ്സുള്ളവരാണ് നമ്മുടെ സമൂഹത്തിലെ ബഹുഭൂരിപക്ഷം ആളുകൾ. ഇതാണ് ദീനിന്റെ രൂപമെന്ന്, ഇതാണ് ദീനിന്റെ രീതി എന്ന് കൃത്യമായി മനസ്സിലായി കഴിഞ്ഞാൽ സ്വീകരിക്കാൻ മനസ്സുള്ളവർ തന്നെയാണ് സമൂഹത്തിലെ ഭൂരിഭാഗം ആളുകൾ. പക്ഷേ ശരിയായ ദീൻ എന്താണെന്ന് പഠിപ്പിക്കേണ്ടവർ പോലും ഇത്തരം തോന്നിവാസങ്ങളിൽ മുഴുകുമ്പോൾ, ഇത്തരം അനാവശ്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ, അവർ തന്നെ അവരുടെ കച്ചവട രംഗത്തും അവരുടെ വ്യക്തി ജീവിതത്തിലുമൊക്കെ ഇത്തരം കാര്യങ്ങൾ മാറ്റിവെക്കുമ്പോൾ സാധാരണക്കാരായ ആളുകൾക്ക് അതിൽ തിരിച്ചറിവുണ്ടാകുന്നില്ല. അതുകൊണ്ട് ശരിയായ ദീനെ പഠിക്കുക എന്നുള്ളത് മാത്രമാണ് ഒരു മുസ്ലിമിന്റെ വ്യക്തിത്വം ഏതൊരു സന്ദർഭത്തിലും പ്രകടമാക്കുവാനുള്ള ഏക പരിഹാരം. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ ദീനെ പഠിക്കാനും നമ്മുടെ മക്കളെയും കുടുംബത്തെയും പഠിപ്പിക്കാനും സന്നദ്ധമാകണം. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, അൽ ഇൽമു അസ്ലു കുല്ലി ഖൈരിൻ, അറിവാണ് എല്ലാ നന്മയുടെയും അടിസ്ഥാനം. വൽ ജഹ്ലു അസ്ലു കുല്ലി ശദ്ദിൻ, ജഹലാണ്, അവിവേകമാണ്, അറിവില്ലായ്മയാണ് എല്ലാ ശർറിന്റെയും അടിസ്ഥാനം. അതുകൊണ്ട് ഇൽമ പഠിക്കാൻ നമ്മൾ സന്നദ്ധമാവുക. ഒരു മനുഷ്യന് ഇൽമ പഠിച്ച് യർഫഇല്ലാഹില്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജ, നിങ്ങൾ ഇൽമ പഠിക്കാൻ സന്നദ്ധമായി കഴിഞ്ഞാൽ, അറിവ് നിങ്ങൾ കരസ്ഥമാക്കാൻ സന്നദ്ധമായി കഴിഞ്ഞാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് പദവികൾ ഉയർത്തി നൽകുമെന്ന് അല്ലാഹു പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, ഹറാമുകൾ ജീവിതത്തിലേക്ക് കടന്നു വരാതിരിക്കാൻ, തിന്മകളിൽ നിന്ന് പരിപൂർണമായി മാറാൻ നമ്മൾ ദീന് പഠിക്കാൻ സന്നദ്ധമാകേണ്ടതുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ദീന് പഠിക്കാൻ സാഹചര്യങ്ങൾ, അവസരങ്ങൾ ഇല്ല എന്ന് റബ്ബിന്റെ മുമ്പിൽ പറയാൻ കഴിയില്ല സഹോദരന്മാരെ. കുറച്ചൊക്കെ വർഷങ്ങൾക്ക് മുമ്പായിരുന്നെങ്കിൽ എവിടെയെങ്കിലും ഒരു ഖുർആൻ ക്ലാസ് ഉണ്ടാവുക, എവിടെയെങ്കിലും ഒരു മതപഠന സദസ്സ് ഉണ്ടാവുക, അവിടേക്ക് എത്തിച്ചേരാൻ മാത്രമുള്ള സൗകര്യങ്ങൾ പക്ഷെ നമ്മൾക്ക് ഉണ്ടാവുകയില്ല, വാഹനം ഉണ്ടാവുകയില്ല, സൗകര്യങ്ങൾ ഉണ്ടാവുകയില്ല. നമ്മൾക്ക് എത്തിപ്പെടാൻ കഴിയുന്നിടത്ത് ഒരു പക്ഷെ ദീന് പഠിക്കുന്ന സാഹചര്യങ്ങളുടെ സൗകര്യം ഉണ്ടാവുക. ഇന്നതൊന്നുമില്ല. നമുക്ക് സഞ്ചരിക്കാൻ മാത്രമുള്ള വാഹനങ്ങൾ എമ്പാടുമുണ്ട്. 5 അംഗങ്ങൾ മാത്രമുള്ള വീട്ടിൽ 6 വാഹനങ്ങളുണ്ട് ഇന്ന്. അങ്ങനെ വാഹനങ്ങൾ ധാരാളമുണ്ട്. എവിടെ പോകണമെങ്കിലും ഏത് സമയത്തേക്കുമുള്ള യാത്രാ വാഹനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇനി ദൂരെ പോകാതെ തൊട്ടടുത്ത് തന്നെ ദീന് പഠിക്കാൻ മാത്രമുള്ള സൗകര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. സുഹൃത്തുക്കളെ, അത്തരം സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ദീനിന് പ്രാമുഖ്യം കൊടുക്കാൻ നമ്മൾ കഴിയേണ്ടതുണ്ട്. നമ്മുടെ മക്കൾക്ക് ചെറുപ്പം മുതലേ അള്ളാഹുവിനെ ദീന് പഠിപ്പിച്ചു കൊടുക്കുവാൻ, അള്ളാഹുവിനെ മനസ്സിലാക്കുക നമ്മൾക്ക് സന്നദ്ധമാകണം. മദ്രസകളിൽ അവർ നിർബന്ധമായും പഠിപ്പിക്കണം. മദ്രസകളിൽ കേവലം ഒരു ചടങ്ങ് മാത്രമായി പോകേണ്ടതല്ല. അവർ കൃത്യമായി ഖുർആനും സുന്നത്തും ഇസ്ലാമിന്റെ നിയമങ്ങളും പഠിപ്പിക്കാൻ മാത്രമുള്ള അവസ്ഥയിൽ അവർ നമ്മുടെ മദ്രസയിലേക്ക് ഏറ്റവും നന്നായി പറഞ്ഞേക്കാൻ സന്നദ്ധമാകേണ്ടതുണ്ട്. മദ്രസ പഠനം കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് CRE ക്ലാസ്സുകൾ ഇന്ന് ലഭ്യമാണ്. സഹോദരന്മാരെ, അത്തരം സൗകര്യങ്ങൾ നമ്മൾ എത്തേണ്ടതുണ്ട്. ഇനി പ്രായഭേദമില്ലാതെ നമുക്ക് ഓരോരുത്തർക്കും കുടുംബസമേതം ഖുർആൻ പഠിക്കാനും മാത്രമുള്ള സൗകര്യങ്ങൾ, സാഹചര്യങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പോൾ ഇവിടെ തന്നെ ഈ പള്ളിയിൽ തന്നെ 3 ഖുർആൻ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. വെള്ളിയാഴ്ച ദിവസം രാത്രിയിൽ ഇശാക്ക് ശേഷം ജോലി തിരക്കുള്ള ആളുകൾക്കൊക്കെ അതൊക്കെ കഴിഞ്ഞു വരാൻ മാത്രമുള്ള സൗകര്യത്തിൽ ക്ലാസ് നടക്കുന്നുണ്ട്. ശനിയാഴ്ച സുബഹിക്ക് ശേഷം ക്ലാസ് നടക്കുന്നുണ്ട്. സ്ത്രീകൾക്ക് മാത്രമായും ക്ലാസ് നടക്കുന്നുണ്ട്. ഈ ഒരു പള്ളിയിൽ തന്നെ കുട്ടികൾക്ക് CRE ക്ലാസും മദ്രസയും ഒക്കെ, അതിനേക്കാൾ ചെറുപ്രായത്തിലുള്ള അൽഫിത്രയും ഒക്കെ ഇവിടെ നടക്കുന്നുണ്ട്. തൊട്ടടുത്ത സ്ഥലത്ത് മമ്പുറത്തും മാറാമയിലും തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ഖുർആൻ പഠിക്കാനും മാത്രമുള്ള സൗകര്യങ്ങൾ നമ്മുടെ അടുക്കലുണ്ട്. സുഹൃത്തുക്കളെ, ഈ സൗകര്യങ്ങളൊക്കെ നമുക്കുണ്ടായിട്ട് നമ്മൾ ഇതൊന്നും ഉപയോഗപ്പെടുത്താതെ ദീന് പഠിക്കാതെ പിന്നെ എന്തെങ്കിലും തിന്മയിലേക്ക് പോയി അത്തരം മോശത്തിലേക്ക് പോയി കഴിഞ്ഞാൽ റബ്ബിന്റെ മുമ്പിലേക്ക് മടങ്ങി പോകുമ്പോൾ അല്ലാഹുവേ, എനിക്ക് പഠിക്കാൻ ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്ന് പറയാൻ നമ്മൾക്കാകില്ല സഹോദരന്മാരെ. അതുകൊണ്ട് നമ്മുടെ മുമ്പിലുള്ള സൗകര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ദീന് പഠിക്കാൻ സന്നദ്ധമാവുക. ആ ദീന് പഠിച്ചു കഴിഞ്ഞാൽ ആ ദീനനുസരിച്ചുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് കഴിയും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, തിന്മകളിൽ നിന്ന് പരിപൂർണമായി മാറി നിൽക്കാൻ, ഇസ്ലാമിന്റെ ഈമാനിന്റെ ഇസ്സത്ത് കാത്തു സൂക്ഷിക്കുവാൻ മതം പഠിക്കുക എന്നതല്ലാതെ മറ്റൊരു മാർഗമില്ല. ആ സൗകര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്താൻ ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹ് പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്ക്, പിന്നെ അത്തരം കോഴ്സുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രൊഫ് കോണിംഗ് എന്ന പേരിൽ ഒരു വലിയ സംഗമം വർഷങ്ങളായി നടന്നു വരുന്നതിന് 30-ാം എഡിഷൻ ഇൻഷാ അല്ലാഹ് അടുത്ത മാസം 10, 11, 12 തീയതികളിൽ പാലക്കാട് നടക്കുന്നുണ്ട്. അതിലേക്ക് വിദ്യാർത്ഥികളെ ചേർക്കാനും നമ്മൾ സന്നദ്ധമാകണം. അതിനുള്ള സൗകര്യങ്ങൾ പുറത്തുണ്ടാകുമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീന് കൃത്യമായി പഠിക്കുവാനും ഇസ്ലാമിന്റെ ഇസ്സത്ത് മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാനുമുള്ള തൗഫീഖ് നമ്മൾക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.